ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അലീനയെ കൊണ്ടു ചെന്നാക്കാനുള്ള സ്ഥലമൊക്കെ ബാലചന്ദ്രൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അലീനയോട് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലീന പോകുന്നതിന്റെ തലേ ദിവസം അലീന ബാലചന്ദ്രന്റെ അനുവാദം ചോദിച്ച് കുറച്ചു പേരോടൊക്കെ യാത്ര ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവള് ആ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ബന്ധങ്ങളുണ്ട്. അവരോട് അവൾക്ക് യാത്ര പറഞ്ഞേ മതിയാകൂ. ഇനി എന്ന് അവരെ കാണാൻ പറ്റുമോ, ഇനി കാണാൻ പറ്റുമോ എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രോഹിത്തിനെയും കൂട്ടി അവള് യാത്ര പറയാൻ ഇറങ്ങാണ് കേട്ടോ. ബാലചന്ദ്രനാണ് പറഞ്ഞത്, നീ ഒറ്റയ്ക്ക് പോകേണ്ട, രോഹിത്തിനെയും കൂടി കൂട്ടിയിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ രോഹിത്തിനെയും കൂട്ടിയിട്ട് അലീന ആദ്യം ചെല്ലുന്നത് നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ശരണ്യ അലീനയെ കണ്ടതും ശരണ്യ ഓടി വരുന്നുണ്ട് കേട്ടോ. കെട്ടിപ്പിടിച്ച് അവളുടെ സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അലീനയ്ക്ക് അതിശയം തോന്നുന്നുണ്ട്. താൻ ഇത്രയും ദിവസം കണ്ടിരുന്ന ഒരു പെൺകുട്ടിയല്ല ശരണ്യ ഇപ്പോ. അവൾ അതീവ സന്തോഷവതിയാണ്. ആദ്യം അവളെ കാണുമ്പോൾ അവൾ എങ്ങനെയായിരുന്നു? ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിരിക്കായിരുന്നു, ഒന്നിനോടും പ്രതികരിക്കാതെ ഒന്നിനോടും താല്പര്യം കാണിക്കാതെ ഇരുന്നൊരു പെൺകുട്ടിയായിരുന്നു ശരണ്യ. ഇപ്പൊ അവൾ ഒരുപാട് മാറി. അവളുടെ ആ മാറ്റത്തിൽ ഒരു കാരണക്കാരി ആവാൻ തനിക്ക് സാധിച്ചതിൽ അലീന അതീവ സന്തോഷവതിയാവുന്നുണ്ട് കേട്ടോ. ആ നിമിഷത്തില് ശരണ്യയുടെ കുടുംബക്കാരും അലീനയോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയത് കേട്ടോ. രോഹിത്തും എല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവരോടൊക്കെ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഇനി ഇവിടെ നിൽക്കുന്നില്ലേ, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഇവരുടെ പഠന ചെലവുകളെല്ലാം ബാലചന്ദ്രൻ സാർ നോക്കിക്കോളും എന്നൊരു വാഗ്ദാനം കൂടി അവര് ശരണ്യയുടെ കുടുംബത്തിന് അലീന നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ വിഷമത്തിലാക്കി അലീന അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് അവൾ പോകുന്നത് ഓട്ടോ ഷാജിയുടെ വീട്ടിലേക്കാണ്. അവിടെയും അവള് കുറച്ചു നേരം ഇരുന്ന് അവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അലീന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് രോഹിത്തിനോട്. വേറെ ഒന്നുമല്ല, കൈതക്കൽ മാളിക വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം, മുത്തശ്ശിയോടും മാഡത്തിനോടും യാത്ര പറയണം, മാഡത്തിനോട് ഞാൻ പോവാന്ന് പറയണം, തിരിച്ചു വീട്ടിലേക്ക് വരാൻ പറയണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ അലീനയുടെ മനസ്സിലുണ്ട്. മനസ്സോടെ രോഹിത് സമ്മതിക്കുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ എന്തായാലും അലീന ചേച്ചിക്ക് അമ്മയുടെ വായിന്ന് കണക്കിന് കേൾക്കും, പോവണോ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, പറ്റില്ല രോഹി, എനിക്ക് പോകണം, മാഡത്തിനോട് യാത്ര പറയണം, മാഡം എന്തൊക്കെ പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞാൽ മാഡം ഒരുപാടൊന്നും എന്നെ വഴക്ക് പറയുന്നുണ്ടായിരിക്കില്ല എന്നൊരു പ്രതീക്ഷ അലീനയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശീനെയും കാണാം, എല്ലാവരോടും യാത്ര പറയാം എന്നൊരു മനോഭാവത്തിലാണ് അവര് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ കമലയെടുത്ത് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കില്ല കേട്ടോ കിട്ടുക. ഓ, ഇപ്പൊ ഇവളുടെ കൂടെയാണോ നിന്റെ കറക്കം, എന്തിനാണ് അവ ഇങ്ങോട്ട് വന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ തന്നെ രോഹിത് പറയുന്നുണ്ട്, എന്താ ആന്റി ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ലേ, ഞങ്ങൾക്ക് മുത്തശ്ശീനെ ഒന്ന് കാണണം, അമ്മേനെ ഒന്ന് കാണണം, അതിനു വേണ്ടി വന്നതാ, ഇനി അതിന് പ്രത്യേകം പാസോ പെർമിഷനോ അങ്ങനെ എന്തെങ്കിലും എടുക്കണോ എന്ന കണക്കിനുള്ള മറുപടി രോഹിത് കമലയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മറുപടി കേട്ടത് കമലയ്ക്ക് അത്ര സുഖിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, കേറി വായോ, ആർക്ക് വേണമെങ്കിലും കേറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു വീടായി പോയല്ലോ ഇപ്പൊ ഇത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. നേരെ അലീന പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് കേട്ടോ. മുത്തശ്ശിയോട് യാത്ര പറയണം, പോവാന്ന് പറയണം, ഇനി എപ്പോഴെങ്കിലും കാണാമെന്ന് പറയണം എന്നൊരാഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നുണ്ട്, മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോവാണ് മുത്തശ്ശി, ഇനിയും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാവർക്കും പ്രശ്നങ്ങളാണ്, എനിക്ക് പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തെങ്കിലും അറിയോ? ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ, അവിടെ കുറെ പട്ടികളും വലിയ വലിയ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇത്രേ, അവിടെ ഒരു പണിക്കാരിയായിട്ട്, നല്ല സ്ഥലമെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ മുത്തശ്ശിക്ക് എല്ലാം അറിയാം, സ്റ്റാൻലി ജോസഫ് ആരാന്നും ആരുടെ അടുത്തേക്കാണ് അലീന പോകുന്നതെന്നും അവിടെ അവൾക്ക് എങ്ങനെയാണ് സ്വീകരണം, അവൾ എങ്ങനെ അവിടെ ജീവിക്കും എന്നൊക്കെ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഒന്നും തന്നെ മകളോട് തുറന്നു പറയാൻ മുത്തശ്ശിക്ക് ആവുന്നില്ല. തന്റെ പേരക്കുട്ടിയാണ് മുന്നിലിരിക്കുന്നത്, അവളെ ഒന്ന് ആവോളം സ്നേഹിക്കാനോ ഒന്നും മുത്തശ്ശിക്ക് ആവുന്നില്ല എന്നുള്ള വിഷമം മുത്തശ്ശിയുടെ മനസ്സിലുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, എവിടെയായാലും നീ പിടിച്ചു നിൽക്കും, എല്ലാവർക്കും നിന്നെ ഇഷ്ടാവും, വൈജയുടെ പോലെ ആവില്ലല്ലോ ആരും, എല്ലാവരും നിന്നെ സ്നേഹിക്കട്ടെ, എല്ലാവരുടെ മനസ്സ് കീഴടക്കി പോകുന്നിടത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നിനക്ക് പറ്റട്ടെ, നീ ഇവിടെ അനുഭവിച്ചതൊന്നും വേറൊരു വീട്ടിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശീനെ അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്, ഞാൻ വരാം മുത്തശ്ശി, ഇടയ്ക്കൊക്കെ ഞാൻ വരാം എല്ലാവരെയും കാണാൻ, എന്റെ കുടുംബക്കാരൊക്കെ ഇവിടെ അല്ലേ, ഞാൻ സ്നേഹിച്ചതൊക്കെ നിങ്ങളെ അല്ലേ എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അതെ, നീ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നതും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് നേരെ
വൈജയന്തിയുടെ അടുത്തേക്കാണ് അലീന മടിച്ചു പോകുന്നത് കേട്ടോ. അപ്പോഴും വൈജയന്തി അലീനയും രോഹിത്തും വന്നതൊക്കെ അറിഞ്ഞിട്ടും ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോ അലീനയും രോഹിത്തും കൂടി ചെന്ന് മുറിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോ തന്നെ വൈജയുടെ മുഖം കടുന്നല് കുത്തിയ പോലെ വീർത്തിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. നിന്നോട് ആരാടി ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എപ്പോഴും ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരാനുള്ള ധൈര്യം നിനക്ക് കിട്ടിയല്ലേ? എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറി വരാനുണ്ടല്ലോ ഓരോ അസ്തുക്കള്. നിനക്ക് നാണില്ലടാ ഇവളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ? നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന് രോഹിത്തിനോടും വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത്ത് പറയുന്നുണ്ട്, അമ്മയുടെ വയറ്റിൽ ഞാൻ പിറന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ അലീന ചേച്ചി വന്നത് അമ്മേനെ കടിച്ചു കീറാനോ അമ്മയുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കാനൊന്നുമില്ല. അലീന ചേച്ചി നാളെ പോവാണ്. ആ കാര്യം ഒന്ന് അറിയിക്കണം, എല്ലാവരോടൊന്ന് യാത്ര പറയണം, അതിനു വേണ്ടി മാത്രം വന്നതാണ്. ഓ, നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇപ്പൊ നിന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നതുകൊണ്ടാവും പോവാൻ നിൽക്കുന്നത് തന്നെ എന്നൊരുമാതിരി ചോദ്യങ്ങളായിരിക്കും കേട്ടോ വൈജയന്തിന്റെ ഭാഗത്തു നിന്ന് അലീനയ്ക്ക് നേരിടേണ്ടി വരിക. ഇപ്പൊ എന്താ ബാലചന്ദ്രനിൽ നിനക്ക് മടുത്തോ? അതുകൊണ്ടാവും പുതിയ ആളെ തേടി ഇറങ്ങിയിട്ടുണ്ടാവുക അല്ലെ? അമ്മ എന്ത് വർത്താനായി പറയുന്നത്? അച്ഛനായിട്ടേ അലീന ചേച്ചി കണ്ടിട്ടുള്ളൂ, ആ ഒരു രീതിയിൽ അവര് പെരുമാറിയിട്ടുള്ളൂ. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നു എന്ന് പറയുമ്പോ, നിർത്തടാ, നിന്റെ വായന്നേ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. നിന്നോട് ആരെ ഇവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇവിടെ എനിക്ക് കാണുന്നത് ദേഷ്യം നിനക്ക് അറിയില്ലേ? പിന്നെ എന്ത് കണ്ടിട്ടാ നീ ഇവളുടെ കൂടെ നടക്കുന്നത്? അതല്ല, ഇപ്പൊ ബാലചന്ദ്രനെ വിട്ടിട്ട് നീ ഇവനെ ആയോ പിടിച്ചിട്ടിരിക്കുന്നത്? ഇപ്പൊ ഇവനെയാണോ നിനക്ക് കിട്ടിയത് നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടിയിട്ട്? ബാലചന്ദ്രന് മതിയായപ്പോ ഇവന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണല്ലേ എന്നൊക്കെ രോഹിത്തിനെയും അലീനേനെയും കൂട്ടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത്ത് പറയുന്നുണ്ട്, അലീന ചേച്ചി മതിയായില്ലേ? ഇതൊക്കെ കേൾക്കാനാണോ ഇങ്ങോട്ട് വന്നത്? ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ അമ്മയുടെ വായന ഇതൊക്കെ വരുള്ളൂ എന്ന്. അപ്പോഴും അലീന ചേച്ചിക്കല്ലേ നിർബന്ധം ഉണ്ടായിരുന്നത് അമ്മയോട് യാത്ര പറയണമെന്ന്? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് വായോ, ഞാൻ പുറത്തു നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രോഹിത് ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പൊയ്ക്കോ, നിന്നെയൊക്കെ പെറ്റതിന് ഞാൻ എന്നെ ശപിക്കണം. ഇങ്ങനെയൊക്കെ ഓരോന്നാണല്ലോ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്. അമ്മയോട് സ്നേഹമില്ലാത്ത സാധനങ്ങളെ എന്ന് വൈജയന്തി പിറുപിറുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. നല്ലൊരു രീതിയിലെ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് താന്. എന്നിട്ടും കൂടി തന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ആദ്യം സ്വന്തം സ്വന്തം അച്ഛനായി കരുതുന്ന ആളുടെ കൂടെ ഓരോന്ന് ചേർത്ത് പറഞ്ഞു. ഇപ്പൊ സ്വന്തം മനുഷ്യന്റെ കൂടെ എങ്ങനെ അമ്മയ്ക്ക് ഇതിനൊക്കെ തോന്നുന്നു എന്നൊക്കെ അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ് മാഡം, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ ശ്രമിക്കാം. മാഡം തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോകണം. അവിടെ എല്ലാവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ബാലചന്ദ്രൻ സാറുമായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഓ, നിന്റെ ദയാദാക്ഷിണ്യൊന്നും എനിക്ക് വേണ്ട. എന്റെ കുടുംബം എങ്ങനെ നോക്കണം, എന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മക്കളെ ഇത്രയും കാലം ഞാൻ തന്നെ നോക്കിയിരുന്നത്. അതിന് ആരുടെ ഉപദേശവും ആരുടെ ഗൈഡൻസും എനിക്ക് ആവശ്യമില്ല. നിന്റെ എനിക്ക് ആവശ്യമില്ല. എന്റെ മക്കളെ എങ്ങനെ നോക്കണം, എങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ നിന്റെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് വേണ്ടി നീ ആ വീട്ടിൽ നിന്ന് പോകുന്നു വേണ്ട. നിനക്കിപ്പോ ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മതിയായി. നിനക്ക് കിട്ടുന്നതൊക്കെ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ആ വീട്ടിൽ നിന്ന് പോകുന്നത്, അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടോ? ഞാൻ അതും പറഞ്ഞു, അലീന ചേച്ചി പോകുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അത്രയും സന്മനസ്സും നന്മയുള്ള പെണ്ണായിരുന്നു അലീന. അതൊക്കെ തന്നെയല്ലേ ഇനി ആ വീട്ടിൽ പോയാൽ ഞാൻ കേൾക്കേണ്ടി വരാം. അതുകൊണ്ട് എനിക്ക് വേണ്ടി ആരും ആ വീട്ടിൽ നിന്ന് പോകണമെന്നില്ല. അല്ല മേഡം, എനിക്ക് വേണ്ടി തന്നെ ഞാൻ പോകുന്നത്. ഇനി ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കുടുംബം ഞാൻ കാരണം ചിന്നിച്ചിതറാൻ പാടില്ല. അതൊക്കെ വിചാരിച്ചിട്ടാണ്. വേണ്ട മോളെ, എന്റെ കുടുംബം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. നിനക്കെന്താ അതിന് കാര്യം? നീ ആരാ അത് നോക്കാൻ? നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പോവാണ് ചെപ്പോ. ഇനി ഏതൊക്കെ വീട്ടിൽ ആരൊക്കെ പിടിക്കാൻ പറ്റൂ, നിന്റെ കൈകളിലാക്കാൻ പറ്റൂ, അത് നോക്കിക്കോ. നിനക്ക് കാശ് കിട്ടുന്നിടത്ത് നീ പോയി ജോലി ചെയ്യും. അധികം കാശ് കിട്ടുന്നിടത്ത് പോയിക്കോ. അതാവുമ്പോ നിനക്ക് നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുമല്ലോ. എങ്ങനെ മേഡത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? പിന്നെ നീ ആരോ പഴിച്ച് പ്രസവിച്ച പെണ്ണല്ലേ, അപ്പൊ നിനക്ക് ആ ഗുണേ കാണുള്ളൂ. ആ സ്ത്രീയുടെ സ്വഭാവമേ നിനക്ക് ഉണ്ടാവുള്ളൂ. പഴച്ചു വിത്തത് പഴച്ച സ്വഭാവം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അലീനയുടെ മുഖത്ത് നോക്കി വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. ശരിയാ, എന്റെ അമ്മ പഴച്ചതാണ്. അങ്ങനെ പഴച്ചു പ്രസവിച്ചത് തന്നെയാണ് എന്നെ. ഈ പറയുന്ന മേഡത്തിനുണ്ടായിരുന്നല്ലോ ഒരു ജീവിതം, ആരും അറിയാത്ത ഒരു ആഗ്രഹ ചരിത്രം. മേഡം അത്ര പതിവ്രതയൊന്നും അല്ലല്ലോ. ആണോ? ആഗ്രയില് ഒരു 1.5 വർഷം 2 വർഷം ആരുടെ കൂടെ ജീവിച്ചതല്ലേ മേഡം? അതിനുശേഷമല്ലേ ബാലചന്ദ്രൻ സാറിനുമായിട്ടുള്ള വിവാഹം?
എല്ലാം എനിക്കറിയാം. അതൊന്നും എന്നെ കൊണ്ട് കുത്തിപ്പൊക്കിക്കരുത്. സ്വന്തം മക്കളുടെ മുന്നിലും സ്വന്തം ഭർത്താവിന്റെ മുന്നിലും മേഡം നാണം കെടും. പിന്നെ ഒരു ജീവിതം മേഡത്തിന് ഉണ്ടായിരിക്കും. എന്റെ അമ്മ പഠിച്ചവള് തന്നെയാണ്. അങ്ങനെ വിചാരിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഇനി മേലാൽ മേഡം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കരുത്. സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും നല്ല നാവാണ്. മാഡത്തിനും അത് തന്നെ. മാഡം ചെയ്തു കൂട്ടിയ കുറ്റങ്ങളെല്ലാം മാഡം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മറ്റാരും കുറ്റപ്പെടുത്താൻ മാഡത്തിന് കഴിയില്ല. ഒരു മനുഷ്യനെ 23 വർഷം ചതിച്ചിട്ടാ മാഡം ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് മാഡത്തിന് ഇപ്പൊ എന്താ കിട്ടിയത്? നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ആ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് നിങ്ങളോട് എത്ര ക്ഷമയോടെ ഞാൻ ജീവിച്ചത് ആ വീട്ടില്. നിങ്ങൾ പറയുന്ന എല്ലാ വാക്കുകളും ഞാൻ അനുസരിച്ചില്ലേ. എന്നിട്ട് എനിക്ക് എന്താ കിട്ടിയത്? നിങ്ങളോടൊരു യാത്ര പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പോവാണ്. പറ്റുമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കി നല്ല കുടുംബിനിയായിട്ട് ബാലചന്ദ്രൻ സാറിന് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാനുണ്ട്. ഒരുപാട് വിഷമത്തോടെയാണ് അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോഴും സ്വന്തം അമ്മയാണ് തനിക്ക് നേരെ നിൽക്കുന്ന തന്റെ എതിരാളി. തന്നെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് തന്റെ പെറ്റമ്മയാണ് എന്നുള്ളത് അലീനയെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ഒന്ന് അമ്മ എന്ന് വിളിക്കാനോ ഞാൻ നിങ്ങളുടെ മകളാണെന്ന് തുറന്നു പറയാനോ അലീനയ്ക്ക് സാധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഏറെ വിഷമിച്ചിട്ടാണ് അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ബാലചന്ദ്രൻ ഒരു രാജകുമാരിയെ പോലെ ഒരു കല്യാണ പെണ്ണായിട്ടാണ് അലീനയെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്നത് കേട്ടോ. ആ പോകുന്ന വഴിയിലാണ് തന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് തന്റെ സ്വന്തം പിതാവിന്റെ അടുത്തേക്കാണ് അലീനയെ കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം ബാലചന്ദ്രൻ പറയാട്ടോ. അത് നടുക്കത്തോടെ ആയിരിക്കും അലീന കേൾക്കുന്നത് കേട്ടോ. ഇത് വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.